Hello, I'm one of your favorite video jockey, Joe here. And well, I have finished my visual communication and public relation from Hindustan College of Arts and Science, Coimbatore. പിന്നെ ഞാൻ ഈ മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാനൽ വന്നു. അതിനുശേഷം എൻ്റെ ഈ സ്മാർട്ട്നെസ് കണ്ടാടാൻ തോന്നുന്നു അവരെന്നെ ഒരു വീഡിയോ ജോക്കിയാക്കി നിയമിച്ചു. വെൽ, എൻ്റെ ഷോ വാലന്റൈൻസ് കോർണർ നിങ്ങൾക്കറിയാം 150 എപ്പിസോഡ് കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. ഒരു ലവ് ഗുരു എന്ന് പറയാൻ ഞാൻ എത്രമാത്രം ആളാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കൊരു കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ഐ എം എ ഹെൽത്തി ഫ്ലേർട്ട് ബിഫോർ. യെസ്, പിന്നെ എൻ്റെ വീട്ടിനെ പറ്റി പറയാം. എൻ്റെ നേറ്റീവ് പ്ലേസ് പത്തനംതിട്ടയാണ്. ബട്ട് റൈറ്റ് നൗ ഐ എം സെറ്റിൽ കൊച്ചിൻ. വീട്ടിലെ മൂന്നാമത്തെ സന്തതി, കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ മുടിഞ്ഞ സന്തതി എന്നൊന്നുമില്ല. കുറച്ച് ഫ്ലേർട്ടിയാണ്, വീട്ടുകാരുടെ അടുത്ത് കുറച്ച് ഭയങ്കര മസ്തിയാണ്. വാലന്റൈൻസ് കോർണർ തുടങ്ങുന്ന സമയത്ത് ചില ആൺകുട്ടികൾ പറയും, പൊതുവെ ചില ആൺകുട്ടികൾ പറയും, ഇവൻ എന്താ ഭയങ്കര കൊമ്പുണ്ടോ, ഇവൻ ആരടാ ഇവൻ. ബട്ട് ഐ ലവ് ദ വേർഡ് ജാഡ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേർഡ് ജാഡ എന്നുള്ളതാണ്. മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ടി വിയിൽ പറയാറുള്ളൂ. അതിന് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റോ സ്റ്റോറി ബോർഡോ ഞാൻ യൂസ് ചെയ്യാറില്ലെന്നാണ് സത്യം. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഷോ ഗെറ്റ് സെറ്റ് ഗോ ഒരു ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ഷോ ആണ്. അതിൽ ഞാൻ കുറച്ച് റൂഡാണ്, മറ്റുള്ളവരെ കരയിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ്. ഇതും മനഃപൂർവ്വമല്ല. കാരണം ഈ എൻ്റെ ജനറേഷനിലുള്ള കുട്ടികൾ, പലപ്പോഴും നമ്മളുടെ കേരളത്തിലുള്ള കുട്ടികൾ പഠനത്തിൽ മുൻപന്തിയിലാണെങ്കിലും ഇൻ്റർവ്യൂവിന് ഫെയിലായി തിരിച്ചു പോകാന്മാർ മിടുക്കന്മാരാണ്. കാരണം ഇവർക്കുള്ള ഈ ചമ്മൽ, ഇവരുടെ ഒരു ഷൈനസ്, ഇതൊക്കെയാണ് ഒരു പ്രവർത്തനം. ഇതൊന്നും മാറ്റിയെടുക്കാൻ തുടങ്ങിയൊരു ഷോ ആണ് ഗെറ്റ് സെറ്റ് ഗോ. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ആൾക്കാർ എന്നെ തല്ലിക്കൊല്ലാനുള്ളൊരു ഇമേജാണ്. പക്ഷേ ഇപ്പം മാറി മാറി വരുന്നു. സെയിം വാലന്റൈൻസ് കോർണർ തുടങ്ങി അതേ ഒരു ഇമേജാണ്. പക്ഷേ ഇപ്പോൾ വാലന്റൈൻസ് കോർണർ ഒരു ഹിറ്റ് ഷോ ആയി മാറിയിരിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് ഗെറ്റ് സെറ്റ് ഗോയും ഉടനെ തന്നെ ഒരു ഹിറ്റ് ഷോയിലേക്ക് മാറും. വാലന്റൈൻസ് കോർണറെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോ നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷോ, എന്നെ വെള്ളം കുടിപ്പിച്ചൊരു സെലിബ്രിറ്റിയാണ് അനൂപ് മേനോൻ. അനൂപ് മേനോനാണെന്ന് തോന്നുന്നു എന്നെ ആദ്യമായിട്ട് വെള്ളം കുടിപ്പിച്ചത്. കാരണം ഞാൻ ചോദിച്ച ചോദ്യം അനൂപ് മേനോനോട് വിർജിനിറ്റിയിൽ വിശ്വാസമുണ്ടോ എന്നാണ്. അപ്പോൾ വളരെ ബുദ്ധിമാൻ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് വിർജിനിറ്റി? അതിൽ ഞാൻ അല്പം കുടുങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഉദ്ദേശിക്കുന്ന ആ വിർജിനിറ്റി തന്നെയാണ്. പക്ഷേ പുള്ളി എന്നെ തറ പറ്റിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ തറ പറ്റിച്ച കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള ടെലിവിഷനിൽ സെലിബ്രിറ്റീസിനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു വീജ എന്നൊരു ഇമേജ് ഇപ്പോൾ എനിക്കുണ്ട്. പിന്നെ വാലന്റൈൻസ് കോളിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജാടയാണെങ്കിലും തിരിച്ചവർ ഞങ്ങളുടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സായിട്ടാണ്. ഈ വന്ന ഓൾമോസ്റ്റ് ഒരു 70-75 സെലിബ്രിറ്റീസ് ഞങ്ങളുടെ വാലന്റൈൻസ് കോളിൽ വന്നിട്ടുണ്ട്. പ്രൗഡ് ടു സേ 72 ഇപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഈ സെലിബ്രിറ്റീസ്. അപ്പോൾ വാലന്റൈൻസ് കോളിലെ ലവ് ഗുരുവായ ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ കഥ പറയാതിരുന്ന മോശമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഇന്ത്യ വൈബ്സ്.tvക്ക് വേണ്ടിയിട്ട് പറയണം, എൻ്റെ പ്രണയ നഷ്ടകഥയാണ് കേട്ടോ. ഭയങ്കര വിഷമം തോന്നുന്നു. ബട്ട് ഷീ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. സൗന്ദര്യം കൊണ്ട് മാത്രം കാര്യമല്ല എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നു. എങ്ങനെയാണ് ഞാൻ ബ്രേക്കപ്പ് ആയെന്ന് പറയാം. അതോ അവളാണോ എന്നെ വിട്ടത്, ഞാനാണോ അവളെ വിട്ടത് എന്നുള്ള കഥ കേൾക്കാം. ഇങ്ങനെയാണ് കഥ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷീസ് എ പക്ക പാർട്ടി ഗേളാണ്. ഫുൾ ടൈം ഒരു നോർത്തി ഗേളാണ്. ഫുൾ ടൈം നമ്മുടെ നാട്ടിൽ പറഞ്ഞ കുറച്ച് വെള്ളം അടിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എനിക്കത് പ്രോബ്ലമില്ല. വൺസിൽ വയൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഡെയിലി പോകുന്ന കാണുമ്പോൾ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചു, എൻ്റെ വീട്ടിൽ വന്നാൽ നാട് തിരുവല്ലയാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല, അതുകൊണ്ട് ഉടക്കിപ്പോവല്ലോ. സോ അങ്ങനെ ഒരു ചെറിയ ഉടക്കുണ്ടായി. പിന്നെ നമ്മുടെ കേരളമായതുകൊണ്ട് തിരുവല്ല എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പുച്ഛം തോന്നില്ലോ. അങ്ങനെ ഒരു അടി തുടങ്ങി അവസാനം അതൊരു കോംപ്ലക്സ് ഈഗോ എന്നൊക്കെ പറയുന്നതിൽ വന്നിട്ട് ബ്രേക്കപ്പായി. ഇതൊക്കെയാണ് എൻ്റെ പ്രണയം. ഈ ഒരു പ്രണയം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ സീരിയസ് ലവ്. ഒരു ലിവിങ് റിലേഷൻഷിപ്പ് എൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐ ഡോണ്ട് മൈൻഡ് ലിവിങ് റിലേഷൻഷിപ്പ്. രണ്ടുപേർക്കും താല്പര്യമാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടുപേർക്കും താല്പര്യമാണെങ്കിൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പ് പോകുന്നതിൽ എനിക്ക് പ്രശ്നം തന്നെ ഇല്ല. പക്ഷെ ഞാനതുവരെ നോക്കിയിട്ടില്ല. പിന്നെ വൺ നൈറ്റ് സ്റ്റാൻഡ്, അതിന് ഞാൻ അഗൻസ്റ്റാണ്. വൺ നൈറ്റ് സ്റ്റാൻഡ്, പാർട്ടിങ്, ക്ലബിങ്ങിനൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ, ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പാർട്ടിങ് പോകാൻ തീരെ താല്പര്യമില്ല. മുമ്പേ പറഞ്ഞ റീസൺ ആണെന്ന് കൂട്ടിക്കോളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു ലവ്, ഇപ്പോഴത്തെ ലവ് കറക്റ്റാണ്. നേരത്തെ പക്ഷേ ഞാൻ പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയുന്ന പോലെ പണ്ടത്തെ ഒരു ലവ് ഇപ്പോഴത്തെ ഒരു ലവ് എന്ന് പറയാൻ ഞാൻ ആളായിട്ടില്ല. ഞാൻ ഇപ്പോഴത്തെ ഒരു ലവിൻ്റെ കാര്യം പറയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ
എനിക്ക് വേണേൽ ലൈനാക്കാം, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെ ഈ ലൈന് വേണേൽ ലൈനാക്കാം. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എൻ്റെ ഫ്രണ്ടിനും ലൈനാക്കാം, എനിക്കും ലൈനാക്കാം. ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി കാണാം. ഗെറ്റ് സെറ്റ് ഗോ എന്ന പ്രോഗ്രാമിൽ എനിക്ക് ഭയങ്കര കുറച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഞാൻ വിമർശനങ്ങൾ വന്ന ഒരു പെർഫോമൻസ് വന്നൊരു എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിക്ക് ഭംഗി കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചത് എന്താണ് എന്നെ പീഡിപ്പിക്കാൻ വന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു നിനക്കെന്താ ഭയങ്കര സൗന്ദര്യമുണ്ടോ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എനിക്കെന്താണ് ഭംഗിയുടെ കുറവ്, അല്ലെങ്കിൽ എന്നെ കാണാൻ എന്തുകൊണ്ട് കൊള്ളൂല്ല എന്ന് നിനക്കെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന് എന്നോട് തിരിച്ച് ചോദിച്ചിരുന്നെങ്കിൽ റൈറ്റ് സ്പോട്ടിൽ ആ കുട്ടീനെ ഞാൻ സെലക്ട് ആക്കുമായിരുന്നു. സോ ആ കുട്ടീനെ ഔട്ടാക്കി, അത് അപ്പോൾ തന്നെ ചമ്മി വീണ്ടും ബാക്കിലേക്ക് നടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി പറയട്ടെ, നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മളെ പേരൻസും നാട്ടുകാരും അല്ല, നമ്മൾ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് പലർക്കും എന്നെ ഒരു ജാടയായിട്ട് തോന്നുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കോഫി ഷോപ്പൊന്നും തന്നെയല്ല. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് മുല്ലപ്പന്തലാണ്. ഇറ്റ്സ് എ ഷാപ്പ്, കള്ള് ഷാപ്പ് എന്ന് പറയും. അവിടുത്തെ കള്ളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അതാണ് സ്പൈസി ഫുഡ്, അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട്. പിന്നെ വേറെ പറയുന്നത് കൊച്ചിയിൽ കോക്കോ ട്രീ പാർട്ടിയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എൻ്റെ കൂടെ ചെയ്തിരിക്കുന്ന പൂജിതനെ പറ്റിയിട്ടാണ്. ഞങ്ങൾ തമ്മിൽ കോളേജ് മുതൽ ഒരുമിച്ച് പഠിച്ചാണ്. ഏകദേശം ഒരു 5-6 വർഷത്തെ ഫ്രണ്ട്ഷിപ്പുണ്ട്. ഈ 6 വർഷം എങ്ങനെ ഫ്രണ്ട്സായിട്ടിരിക്കാൻ പറ്റുന്നു എന്ന് പലർക്കും ഒരു ഡൗട്ടാണ്. ഇതിനെതിരെ വനിതയിലൊരു ഫീച്ചർ വായിച്ചിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കൂടിയാൽ കാക്ക മലർന്നു പോകുമോ, അതെഴുതിയ ചേച്ചിക്ക് എൻ്റെ ഒരു താങ്ക്സ്. ഇങ്ങനെ കൂടിയാൽ കാക്ക മലർന്നു പോകുമോ. പൂജിതയും ഞാനും തമ്മിൽ പ്രണയമാണെന്ന് ശരിയാണ്. ഏകദേശം ഒരു 35 എപ്പിസോഡ്സ് വരെ ഞങ്ങൾക്ക് വന്നിരുന്നത് നിങ്ങൾ ഭയങ്കര മാച്ച്, നിങ്ങൾ ഭയങ്കര കെമിസ്ട്രിയാണ്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ സെയിം വേവ് ലെങ്ത് ആണ് പൂജിതയ്ക്കും. ബിക്കോസ് നമ്മൾ എല്ലാ കാര്യം ഡിസ്കസ് ചെയ്യും, എവ്രിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ. അബൌട്ട് ഗേ റിലേഷൻഷിപ്പ് പേഴ്സണലി അതിന് ഞാൻ എഗൻസ്റ്റ് ആണ്. കാരണം ഒരിക്കലും ഒരാൾക്ക് ഗേ ആവാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. What the fuck does that mean? അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ എനിക്കറിയാവുന്നത്. ലീഗലാക്കിയിട്ടുണ്ട്, സംഭവം ശരിയാണ്. ബട്ട് ഞാനതിന് എഗൻസ്റ്റ് ആണ്. എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നത് കുറേ ചാൻസസ് ഉണ്ട്. കാരണം ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ്സ്, അതിൻ്റെ ഒരു ടെൻഷൻസ് ഏത് ഇൻഡസ്ട്രിയിലാണ്. ഇപ്പം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും നമുക്കൊരു ഒരു 50% വൈഫിനെ നോക്കാൻ അല്ലെങ്കിൽ ലവറിനെ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു കാരണത്താൽ ബിക്കോസ് ഞാനൊരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ 20% കെയറെ എൻ്റെ ഗേൾഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ചിന്ത, ഓഹോ അപ്പോൾ അവൻ നിരവധി പെൺകുട്ടികൾ അവിടെ കാണുന്നതല്ലേ, ചാനലാണ്, VJ ആണ്, ഇഷ്ടം പോലെ വേറെ അവതാരികമാർ കാണും, അവരോടത്തൊക്കെ സംസാരിച്ചിരിക്കും. സോ ഇതൊക്കെ ആവാം പലരെയും ബ്രേക്കപ്പിലേക്ക് നയിക്കുന്നതും. ഇത് മീഡിയ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ വൈറ്റ് കോളർ ജോബ്സ് ഫെഡപ്പ് ആവാനുള്ള കാരണം ഈ സംശയം തന്നെയാണ്. സോ ട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഈ 2 കാര്യങ്ങൾക്ക് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ലവ്, ഫ്രണ്ട്ഷിപ്പ്, അതെല്ലാം ആറ്റിറ്റ്യൂഡ്, ദാറ്റ്സ് ഇറ്റ്. ഇനിയും എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, VJയിൽ ഞാൻ ഒത്തിരി ഒന്നും വർക്കുകൾ ചെയ്യുന്നില്ല. വാലന്റൈൻസ് കോണിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്നാണ് ഒറ്റ ഷോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് സെറ്റ് ഗോയിൽ പിന്നെ ഞാനൊരു VJൻ്റെ റോളല്ല, ഒരു ഡയറക്ടറാണ് ആ ഷോൻ്റെ. എങ്കിലും റൂഡാവാൻ എനിക്ക് തന്നെ പറ്റുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. ഇനി ഫ്യൂച്ചർ പ്ലാൻസ്, ഇതുപോലൊരു ഷോ ഉടൻ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റോറി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിനൊക്കെ ഒരു ഉദാഹരണമായിരിക്കാം. ഈ ഒരു ഫാമിലി, അതായത് ഡിവോഴ്സായ ഫാമിലിനെ സെപ്പറേറ്റ് ചെയ്ത്, അതാ കല്യാണം കഴിച്ച ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഇവരെ 2 റൂമിലാക്കിയിട്ടുള്ള ഇവരുടെ ഇൻ്റർവ്യൂസ് ക്യാമറ ഹൈഡ് ചെയ്തുള്ള സംഭവം. ഇങ്ങനെയുള്ളൊരു ഷോസിൻ്റെ സ്റ്റോറി ബോർഡിലാണ്. അത് ഉടൻ തന്നെ വരും. ഇത്രയും നേരം എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഇതായിരിക്കും. എൻ്റെ പ്രോഗ്രാമിൽ പോലും ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. IndiaVibes.tv എന്ന ഈ പുതിയൊരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. സോ കീപ് വാച്ചിങ് IndiaVibes.tv.